എളുപ്പത്തിൽ ക്യാബേജ് തോരൻ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 മുതൽ 6 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് തന്നെ മതിയാവും. അതിനൊരു ബൗളെടുക്കാം. ബൗളിലേക്ക് ചെറുതായി മുറിച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കാം. വളരെ നൈസായിട്ടാണ് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ക്യാബേജിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച് ചേർക്കണം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകമായിട്ടോ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇത് മിക്സ് ചെയ്തത് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ വീതം കടുകും ഉഴുന്നും ചേർത്ത് കൊടുക്കാം. സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇനി അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. 2-3 മിനിറ്റിന് ശേഷം 2 കൈപ്പിടി ചിരവിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിരവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ക്യാബേജ് നന്നായി വെന്ത് കിട്ടും. ക്യാബേജിന് ഒരുപാട് വേവില്ല. അതുപോലെ ചെറിയൊരു പച്ച ചുവ ഉള്ളതാണ് ക്യാബേജ് തോരന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.